ഹായ് മച്ചാന്മാരെ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ M02S എന്ന് പറഞ്ഞ മോഡലാണ്. യാതൊരു കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവന്നതല്ല ഈ മൊബൈൽ. ഈ മൊബൈൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഈ ബാക്ക് പൗച്ച് മാറാനായിട്ട്, ഈ ബാക്ക് കവർ മാറാനായിട്ടാണ് കൊണ്ടുവന്നത്. കണ്ടില്ലേ, ബാക്ക് കവർ മൊത്തം പൊട്ടി നശിച്ചിരിക്കുകയാണ്. ഒട്ടിച്ചൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് വന്നപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. ഞാനിപ്പം ബാക്ക് കവർ ഇളക്കി, ഇതുണ്ടോ, ബാറ്ററി ഉണ്ടോ, നല്ല രീതിയിൽ ബൾജായിട്ടുണ്ട്. ഞാനത് ബാക്ക് കവർ ഇടാൻ പോയപ്പോഴാണ് ഇതും ശ്രദ്ധിച്ചത്. കസ്റ്റമർ ഇത് അറിഞ്ഞില്ല. ചാർജ് നല്ലോണം നിൽക്കുന്നുണ്ട്, യാതൊരു ഇഷ്യൂ ഇല്ല. അപ്പോൾ ഇത് കണ്ടോ, നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല ബൾജുണ്ട്. ഇത് സാംസങ്ങിൻ്റെ M02S, ഈ A02S ഒക്കെ എന്ന് പറഞ്ഞാൽ ബാക്ക് കവറിന് നല്ല, ബാക്ക് പാനൽ നല്ല ലോക്കുകളാണ്, നല്ല ലോക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാക്ക് പാനൽ ഇളകി വരാത്തത്. അപ്പോൾ ഇത് കണ്ട, ഇത് ഏകദേശം എങ്ങനെയൊക്കെ ഒട്ടിച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും ഒട്ടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനും കൂടുതൽ പറ്റത്തില്ല എന്നായപ്പോഴാണ് കൊണ്ടുവന്നത് ഈ ബാക്ക് പൗച്ച് മാറാനായിട്ട്. അപ്പോഴാണ് ഞാൻ ഈ ബാറ്ററി ബൾജായിരിക്കുന്നത് കണ്ടത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഇപ്പം അറിയാവുന്നവർ അത് കണ്ടുപിടിക്കും ബൾജായിട്ടുണ്ടെന്നുള്ളത്. അറിയാത്തവർ ഇതിങ്ങനെ ഇട്ട് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. സപ്പോസ് എന്തെങ്കിലും ഡാമേജ് വന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാണ്, ചെയ്തിട്ട് ബാറ്ററി മാറാൻ പോവാണ്. കസ്റ്റമർ പറഞ്ഞ് അപ്പോൾ തന്നെ മാറിക്കോളാൻ പറഞ്ഞിട്ട് ഇത്രയും പഴയ രീതിയിൽ ഞാൻ കണ്ടിരുന്നെങ്കിൽ അന്നേ ഞാൻ മാറിയേനെ. പക്ഷേ ഇപ്പോൾ കണ്ടത് നന്നായി, മാറിക്കോളാൻ പറഞ്ഞ് ബാറ്ററി. അപ്പോൾ ഇത് ബാറ്ററി മാറാതെ തന്നെ വേണമെങ്കിൽ ചിലരൊക്കെ അത് ജസ്റ്റ് ഒന്ന് എയർ കളഞ്ഞിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് റിസ്ക്കാണ് വെച്ചാൽ ഞാൻ ബാറ്ററി മാറിയേ കൊടുക്കൂ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ബാറ്ററിയുടെ കാര്യത്തിൽ യാതൊരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ നമ്മൾ സിം ട്രേ ഊരി മാറ്റിയിട്ടുണ്ട്. അടുത്ത് ഇതിൻ്റെ ബാക്ക് പാനൽ. ഈ ബാക്ക് പാനൽ ഇളക്കാനായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്ന് തിക്കിയേ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ലോക്കാണ്, ഫുള്ളും ലോക്കാണ്. ഇത് നല്ല ലോക്കാണ്, നല്ല ലോക്ക്, നല്ല സ്ട്രോങ് ആയ ലോക്കാണ്. അപ്പോൾ ആ സിം ട്രേയുടെ ഭാഗത്തിരുന്ന് ഇളക്കാൻ നമുക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും. കണ്ടോ, ഒന്ന് പുഷ് ചെയ്ത് വിട്ടാൽ മതി. അത് കൂടാതെ തന്നെ ബാറ്ററി നല്ല രീതിയിൽ ബൾജായിരിക്കുന്നതുകൊണ്ട് തന്നെ ബാക്ക് പാനൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇളകി വരും. ഓക്കെ, സിമ്പിളായിട്ട് തന്നെ ഇളകി വന്നു. കണ്ടോ, ബാറ്ററി ഉണ്ടോ, ബൾജായി. ഈ ബാക്ക് പാനലിൻ്റെ അകത്ത് അതിൻ്റെ പാട് വീണിട്ടുണ്ട്. അത്രയ്ക്കും യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴൊന്നും ബൾജായതല്ല, മുമ്പേ ബൾജായതാണ്. പക്ഷേ അറിഞ്ഞില്ല കസ്റ്റമർ. ഇതുപോലെ ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പൗച്ചിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഈ ബാക്ക് പൗച്ചൊക്കെ ഇളക്കി മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് തുടച്ചിട്ട് ബാക്കിൽ എന്തെങ്കിലും വിഷയമുണ്ടോ നോക്കുക, ശ്രദ്ധിക്കുക. നമ്മുടെ മൊബൈൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ തന്നെ കൊണ്ടുപോകുന്നതാണ്. ഇത്രയും ബാറ്ററി ഇപ്പോൾ ഫുൾ ചാർജ് ചെയ്തിട്ട് നമ്മുടെ കൂടെ തന്നെ പാൻറ് പോക്കറ്റിലോ എവിടെയോ വെച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ പവർ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ച് അത്യാവശ്യം ഡാമേജ് ചെയ്യാനുള്ള പവറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഇപ്പം ചില ന്യൂസിലൊക്കെ കണ്ടു കാണും, മൊബൈൽ പൊട്ടിത്തെറിച്ച് ഓരോരുത്തർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത്രയും പഴയ രീതിയിൽ പിന്നെയും ചാർജ് ഫുള്ളാക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിൽ ഫുള്ളാക്കിയിട്ടായിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക്, ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി, അത് പൊട്ടുകയോ എല്ലാം ചെയ്താൽ പിന്നീട് ഡാമേജ് വലുതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപാട് പേര് മൊബൈലിനെ 24 മണിക്കൂറും മൊബൈൽ യൂസ് ചെയ്യും, പക്ഷേ ആ മൊബൈലിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കില്ല. അത് പലർക്കും ഉള്ളതാണ്, പലർക്കും നല്ല 99% ആൾക്കാർക്കും ഉള്ളതാണ്. ഈ 1% ആൾക്കാരാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ മേളിലത്തെ മദർ ബോർഡിൻ്റെ സെക്ഷനിൽ സ്ക്രൂ എല്ലാം ഇളക്കിയിട്ട് ആ ഒരു പ്രൊട്ടക്ടർ ഇളക്കി മാറ്റുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ മൊബൈൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ ഉള്ള ബിസിനസ് ഫുള്ളും ഡീൽ ചെയ്യുന്നത് മൊബൈലിലാണ്. 24 മണിക്കൂറും കയ്യിൽ മൊബൈലുണ്ടാവും, പക്ഷേ ആ മൊബൈലിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് അവർ ശ്രദ്ധിക്കാറില്ല. ജസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ ബാക്ക് കവറൊക്കെ ഇളക്കി മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് തുടച്ച് ക്ലീൻ ചെയ്ത് ഒന്ന് നമ്മുടെ ഈ പഴയ പല്ല് തേക്കുന്ന ബ്രഷ് മതി, CC പോർട്ടും ഹെഡ്സെറ്റ് ജാക്കിൻ്റെ ഭാഗമൊക്കെ, ആ സ്പീക്കറിൻ്റെ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വിടാനായിട്ട്. ഉണങ്ങിയ ബ്രഷ് വെള്ളത്തിലൊന്നും തൊട്ടിട്ട് വയ്ക്കരുത്. ഉണങ്ങിയ പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് ക്ലീൻ ചെയ്താൽ മതി. അതുപോലെ ടെമ്പേൽ ഒട്ടിച്ചതിൻ്റെ എഡ്ജ് ഭാഗമൊക്കെ അത് വെച്ച് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി, അങ്ങ് ഇളകി പോയിക്കോളും. പൊടിയൊക്കെ ഡസ്റ്റൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മച്ചാൻ. നമ്മൾ ഇത്രത്തോളം ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്താണെന്ന് ചോദിച്ചാൽ അത് മൊബൈലാണ്. തീർച്ചയായും മൊബൈലാണ്. എന്നാൽ അതിനെപ്പറ്റിയുള്ള യാതൊരു ചിന്തയില്ല. അതെങ്ങനെയുണ്ട്, അതിൻ്റെ കണ്ടീഷൻ എന്താണ്, അതിനെപ്പറ്റിയൊന്നും ചിന്തയേ ഇല്ല. എടുക്കുക, യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഡാമേജ് ആയിട്ട് വന്ന് ഇതുപോലെ എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പം അന്നേരം ആലോചിക്കുക, അയ്യോ ഇത്രയും നാളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ശ്രദ്ധിക്കുക മച്ചാൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം നമ്മൾ ശ്രദ്ധിക്കുക, അതാണ് അതിൻ്റെ ആവശ്യം. അതുപോലെ തന്നെ പലരും വണ്ടികൾ യൂസ് ചെയ്യും. വണ്ടി എടുത്ത് 24 മണിക്കൂർ വണ്ടിയും കൊണ്ട് നടക്കും, ബൈക്കും കൊണ്ട്. എന്നാൽ ബൈക്കിനെ ശ്രദ്ധിക്കില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി സ്റ്റക്കായി നിൽക്കുമ്പോഴായിരിക്കും, അയ്യോ ഓയിൽ ചേഞ്ച് ചെയ്തില്ല, അത് മാറിയില്ല, ഇത് മാറിയില്ല. അന്നേരം എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റുമ്പോഴാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ ആലോചിക്കുക, അതൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡുള്ളവരാണെങ്കിൽ യാതൊരു ഇഷ്യൂം വരാറില്ല. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ മച്ചാന്മാരെ. അപ്പോൾ നമ്മൾ താഴത്തെ CC സെക്ഷൻ താഴത്തെ റിങ്ങർ സെക്ഷൻ ഇളക്കിയെന്ന് പറഞ്ഞാൽ ബാറ്ററി ഇളക്കാൻ
ഇച്ചിരി എളുപ്പം അതാണ്. ഞാൻ ഇപ്പോൾ ടെമ്പേർഡിൻ്റെ ബാക്കിൽ വരുന്ന ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് കുത്തി കയറ്റുന്നുണ്ട്. കാരണം ബൾജായിരിക്കുന്നതുകൊണ്ട് ചെറിയ ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ബാറ്ററി ഇളക്കാനായിട്ട് ഇച്ചിരി പാട് തന്നെയാണ്. ഞാൻ സൈഡിൽ കൂടി ആ കിട്ടിയ ഗ്യാപ്പിൽ ഇങ്ങനെ ടെമ്പേർഡ് ചെറുതായിട്ട് തിക്കി കയറ്റുന്നുണ്ട്. പക്ഷേ ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാട് വിടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഗം അകത്തോട്ട് കയറുന്നില്ല, വിടുന്നില്ല. സാംസങ്ങിൻ്റെ ബാറ്ററിക്ക് അല്ലെങ്കിൽ നല്ല ഗമ്മാണ് വെച്ചാൽ, ഒരു രക്ഷയില്ലാത്ത ഗമ്മാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ ബാക്കിയുള്ള മൊബൈലിലൊക്കെ നമുക്ക് ഒരു കവറുണ്ടാവും, ഒരു പച്ച കളറിൽ ഒരു ഓപ്പൺ ചെയ്യാനായിട്ട് ബാറ്ററി ഇളക്കാനായിട്ട്. അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഇളകി വരും. അല്ലെങ്കിൽ ഇച്ചിരി ഗം റിമൂവർ ഒഴിച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, അങ്ങ് ഇളകി വരും. പക്ഷേ ഇവനുണ്ടല്ലോ, ഇവനൊരു വല്ലാത്ത സംഭവമാണ്. കണ്ടോ, ഇവിടെ ഞാൻ ബഡ്ജായിരിക്കുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി പേടിച്ചിട്ടാണ് ഇളക്കുന്നത്. ഉള്ളത് പറയാമല്ലോ, ഇച്ചിരി പേടിച്ചിട്ടാണ് ഇളക്കുന്നത്. ഞാൻ പൊതുവേ എൻ്റെ വീഡിയോയിൽ ഞാൻ ബാറ്ററി റിമൂവ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതും സാംസങ്ങിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യുമ്പോൾ ഞാൻ ഇച്ചിരി പേടിക്കും. കാരണം നമ്മൾ തിക്കി ഇളക്കണം. അതുമില്ലാതെ ബഡ്ജായി നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ പൊട്ടും. ആൾറെഡി മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ്ടേ തിക്കി ഇനി താഴെ ഇരുന്നൊരു തെക്കും കൂടി ഏകദേശം ഇളകി വന്നിട്ടുണ്ട്. നമുക്ക് സമാധാനമായിട്ട് ബാറ്ററി ഇളക്കുമ്പം സമാധാനമായിട്ട് ഇളക്കിയാൽ മതി, പയ്യെ ഇളക്കിയാൽ മതി. അതുപോലെ സ്റ്റീൽ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. കൂർത്തിരിക്കുന്ന ഒരു ടൂൾസും ഉപയോഗിക്കാൻ പാടില്ല. സപ്പോസ് നമ്മളത് പെട്ടെന്ന് ഇളക്കാനായിട്ട് ഇങ്ങനെ കുത്തി തിക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് വന്ന ചാർജുള്ള ബാറ്ററിയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ സെറ്റ് ഞാൻ കാണിച്ചായിരുന്നു, മൊബൈൽ ഓണായിരുന്നത്, ചാർജ് ഫുള്ളുണ്ട്. പൊട്ടിയ തീർന്നതോടെ മൊബൈലും പോയി. പിന്നെ എന്തെങ്കിലും ഡാമേജ് നമ്മുടെ മുഖത്തോ എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ തീർന്നതോടെ. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇളക്കുക. മാക്സിമം പ്ലാസ്റ്റിക് ഓപ്പണേഴ്സ് ഉപയോഗിക്കുക. ബാറ്ററി റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ മാക്സിമം പ്ലാസ്റ്റിക് ഉപയോഗിക്കുക. ബാക്കിയുള്ള സ്ഥലത്തെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇവിടെ ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും തട്ടി കുത്തി കയറിയാൽ അതോടെ തീർന്ന്, ബാറ്ററി പൊട്ടും. പിന്നെ അതിൻ്റെ അകത്തിരുന്ന് വരുന്ന പുകയൊക്കെ ഉണ്ടല്ലോ മച്ചാനെ, അത് അനുഭവിച്ചതാണ് ഞാനകത്ത് റൂമിൻ്റെ അകത്തിരുന്ന്. അതിനകത്തിരുന്ന് വരുന്ന പുകയും ആ തീയുണ്ടല്ലോ, ആ പുകയൊക്കെ കയറിക്കഴിഞ്ഞാൽ അയ്യോ ചുമച്ച് ഊപ്പാട് വരും. ഒരാഴ്ച ചുമച്ചാലും അത് തീരില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള മച്ചാന്മാരാണെങ്കിൽ വളരെ ഒരുപാട് സമയമെടുത്ത് സമാധാനമായിട്ട് ചെയ്താൽ മതി. ഇപ്പം ഞാൻ അവസാനം വഴിയില്ലാത്തതുകൊണ്ട് ഗം റിമൂവർ ഒഴിക്കുകയാണ്. ഗം റിമൂവർ ഒഴിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇളകി വരും. ഞാനിത് ഒഴിക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ ബാറ്ററി ബൾജായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഗം റിമൂവർ യൂസ് ചെയ്യാതിരുന്നത്. അപ്പോൾ അത്യാവശ്യം ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട്. കാരണം ഒരു സൈഡിൽ നിന്ന് ഞാൻ തിക്കി കഴിഞ്ഞു, ഒരു സൈഡിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ട്. ഇനി അകത്തിരിക്കുന്ന ഗമ്മ് ഈ ഗം റിമൂവർ ഉള്ളിലോട്ട് പോയി മെൽറ്റ് ആക്കും തോറും ആ ഒരു മെൽറ്റ് ആവുന്ന സ്പേസ് ഇങ്ങനെ തിക്കി ഇളക്കാണ്. അതുകൊണ്ടേ ഇപ്പം ഞാൻ കുത്തിക്കയറ്റി നമുക്ക് ഇളക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ബൾജായ ബാറ്ററി ഇളക്കുമ്പോൾ സമാധാനം, പയ്യെ ഇളക്കാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമാധാനമായിട്ട് പയ്യെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ആ ഗം റിമൂവർ അകത്ത് പോയിട്ട് ആ ഗമ്മെല്ലാം ഇങ്ങനെ മെൽറ്റാക്കി വിടുന്നുണ്ട്. അപ്പോൾ ഈ ഗമ്മെല്ലാം മെൽറ്റ് ആവണമെങ്കിൽ ആ മെൽറ്റ് ആവുന്ന പ്രോസസ്സിൽ ചെറിയൊരു ഹീറ്റ് ഉണ്ടാവും. അത് എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഗം റിമൂവർ എടുത്ത് ഗമ്മിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിരൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു ഹീറ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആ ഗമ്മ് റിമൂവ് ആവണമല്ലോ. അപ്പോൾ ആ ഗമ്മ് മെൽറ്റ് ആവുമ്പോൾ ചെറിയൊരു ഹീറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ അധികം ഒഴിക്കാത്തത്, ഇച്ചിരി ഒഴിച്ചിട്ട് ഇളക്കുന്നത്. അപ്പോൾ ഇതിരുന്നും ഒരു ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് ഹീറ്റൊന്നും ഉണ്ടാവില്ലെന്ന്, പക്ഷേ ചെറിയൊരു ഹീറ്റ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ വലിയ ഡാമേജുള്ള ഹീറ്റല്ല, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. അതാണ്ട് തൊട്ട് ആ ഒരു ഗമ്മ് ഭാഗത്തൊക്കെ ഞാനിങ്ങനെ വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതിൽ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആ ഗമ്മിൻ്റെ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റാവും. സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള മച്ചാന്മാരാണെങ്കിൽ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് ഒഴിച്ച് അങ്ങനെ ഒന്നും ഇളക്കണ്ട. ഇങ്ങനെ ഇതുപോലെ താണ്ടെ തൊട്ട് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ സ്രഞ്ചില്ലേ, നമ്മൾ അല്ലാതെ തന്നെ കിട്ടും, നമ്മുടെ പുറത്തെ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നുണ്ട്. അത് മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിൻ്റെ അകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഒരു തുള്ളിയായിട്ട് വിട്ടാലും മതി. ഇപ്പം ഞാനിത് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നൈസിന് ട്യൂസറിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് എടുത്തിട്ട് അങ്ങോട്ട് ആ ഗമ്മുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത്. അത് ക്ലിയറായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഞാൻ വെക്കുന്ന ഭാഗത്തിരുന്ന് ബാറ്ററി ഇങ്ങനെ ഇഞ്ചായിട്ട് ഇളകി വരുന്നുണ്ടോ. ആ പിടുത്തമുള്ള ഭാഗത്ത് നൈസിന് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ എനിക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇളക്കി കാണിക്കാമായിരുന്നു, ഇളക്കിയിട്ട് അതിന് ശേഷം വീഡിയോ ഇടാമായിരുന്നു. പക്ഷേ ഇത് നിങ്ങൾ അറിയില്ല. കണ്ടോ, ഓക്കെ, ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗമ്മ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നാം തരം ഗമ്മാണ് വെച്ചാൽ സാംസങ്ങിൻ്റെ കണ്ട ബാറ്ററി ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഇളക്കിയിട്ടുണ്ട്. ഈ ഗമ്മ് റിമൂവറിൻ്റെ പവർ എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ബാറ്ററി ഉണ്ടോ ബൾജായി, കവറെല്ലാം ബൾജാകുമ്പോൾ തന്നെ ഒരുമാതിരി ആയി പോകും കവറെല്ലാം.
അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഗമ്മെല്ലാം ഞാൻ തിരിച്ച് വയ്ക്കത്തില്ല, ഇതെല്ലാം ഇളക്കിയിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കറേ വയ്ക്കൂ. അപ്പോൾ ഗം റിമൂവറിൻ്റെ പവർ അതാണ്ട് ഞാൻ ഇച്ചിരി ഗം റിമൂവർ എടുത്ത് ആ ഗമ്മുള്ള ഭാഗത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പവർ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ പവർ മനസ്സിലാക്കിയാലേ ഇത് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനതെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് വിടുകയാണ്. കണ്ടോ ഗം മെൽറ്റാകുന്നുണ്ടോ? ഈ മെൽറ്റാവുന്ന സമയത്ത് ചെറിയൊരു ഹീറ്റ് ഉണ്ടാവും, ചെറിയൊരു ഹീറ്റ്. അത് നിങ്ങളുടെ കയ്യിൽ ഗം റിമൂവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ കൈയൊന്നും വയ്ക്കാതിരിക്കാൻ വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക, ഭയങ്കര കെട്ട വാടയാണിത്. അതുകൂടാതെ തന്നെ വിരലൊക്കെ വയ്ക്കുമ്പോൾ ഒരുമാതിരി ചെറിയൊരു അരിപ്പ് പോലെ ഉണ്ട്, അതുകൊണ്ട് വെക്കണ്ട. ഞാനിന്ന് ഒന്നും കൂടി ഇച്ചിരി ഒഴിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നല്ല മെൽറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനൊരു സ്പോഞ്ച് വെച്ച് തുടച്ചെടുക്കത്തേ ഉള്ളൂ. അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ സ്പോഞ്ച്, കണ്ടോ. ഇതിച്ചിരി അധികം ഒഴിച്ചാലും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ഗമ്മ് റിമൂവർ ബാറ്ററിക്കകത്ത് നിൽക്കുമ്പോൾ ഒഴിക്കുന്നത് കുറവായിരിക്കണം. ഇപ്പോൾ ഇതിപ്പം ഒന്നുമില്ലല്ലോ, ബാറ്ററി ഒന്നുമില്ല, അതുകൊണ്ട് വിഷയമല്ല. കണ്ടോ ഗം റിമൂവറിൻ്റെ പവർ ഉണ്ടോ? ജസ്റ്റ് നമ്മൾ ഒഴിക്കുന്നു ഇങ്ങനെ. ഇത് തേച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി അധികം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ തേച്ചൊന്നും കൊടുക്കണ്ട. അത്രയേ ഉള്ളൂ. വേളയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുതിയ ബാറ്ററി മാറാൻ പോവുകയാണ്. അതുപോലെ തന്നെ ബാറ്ററി മാറുമ്പോൾ പലർക്കും ഏത് ബാറ്ററി എടുക്കണം എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്ടേ ഈ ഒരു ബാറ്ററിയാണ്, ഫ്ലൈ. ഇപ്പോൾ ഈ ഇടയായിട്ട് ഏതാണ്ട് ഒരു 7-8 മാസമായി. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് യൂസ് ചെയ്ത വേറൊരു ബാറ്ററി ആയിരുന്നു. അതിപ്പം വരുന്തോറും ഇഷ്യൂസ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ബാറ്ററി നമ്മൾ അധികം മാറിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അത് കംപ്ലയിൻറ്റ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കസ്റ്റമർ അപ്പോഴേ ചേഞ്ച് ചെയ്തേക്കണം. അടുത്ത് തന്നെ നമ്മൾ വേറെ ബ്രാൻഡ്സൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൽ ബെറ്റർ ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്യുക. ഇപ്പോൾ അത്യാവശ്യം ഞാൻ ഈ മാറിക്കൊടുക്കുന്നുണ്ട്, ഈ ബാറ്ററിയാണ്. യാതൊരു കംപ്ലയിൻറ്റും ഇല്ല, ഇതുവരെ ആർക്കും കംപ്ലയിൻറ്റ് വന്നിട്ടില്ല, കൊള്ളാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൂടാതെ തന്നെ ഈ ഒരു ബാറ്ററിക്ക് 1 ഇയർ വാറൻറ്റി വരുന്നുണ്ട് കേട്ടോ. 1 ഇയർ വാറൻറ്റിയാണ് വരുന്നത് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾക്കിപ്പം ഓരോന്ന് മാറുമ്പോഴേക്കും അറിയാമല്ലോ, കസ്റ്റമറുടെ ഒരു റിവ്യൂ എടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു 5 മൊബൈലിന് അല്ലെങ്കിൽ ഒരു 10 മൊബൈലിന് ഒരു ബ്രാൻഡ് ബാറ്ററി മാറിക്കൊടുക്കുമ്പോൾ അതിൽ ആ 10 പേരുടെയും അഭിപ്രായം എന്താണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ അവരെ നമ്പർ വെച്ചേക്കുക. നമ്മൾ വിളിച്ചിട്ട് ബാറ്ററി ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ വിളിച്ച് ചോദിക്കണം. വാറൻറ്റി ബാറ്ററി ആയിരിക്കുമല്ലോ, വിളിച്ച് ചോദിക്കുമ്പം ആ ബാറ്ററി കൊള്ളാൻ മോനെ, കംപ്ലയിൻ്റ് ഇല്ലയെന്ന് പറയുന്നവരുണ്ടാവും. അപ്പം ചിലർ പറയും ഇച്ചിരി ചാർജ് ഇപ്പം നിൽക്കുന്നില്ല മോനെ എന്ന് പറയുന്നവരുണ്ടാവും. പിന്നെ സൂപ്പറാണ് മോനെ, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ടാവും. അപ്പം ഈ ഒരു അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കണം. നിങ്ങൾ ഒന്ന് കുറിച്ച് വയ്ക്കണം. ഇന്ന ബാറ്ററിൻ്റെ കസ്റ്റമറിന് ഇട്ട് കൊടുത്തു, ഇന്ന മൊബൈലിന് മോഡൽ നമ്പർ വെച്ചിട്ട്. അപ്പോൾ ഇന്ന മോഡലിന് ഇന്ന ബാറ്ററി ഇട്ട് കൊടുത്തു, അപ്പോൾ അത് കംപ്ലയിൻ്റ് ഇല്ല. ഇന്ന മൊബൈലിന് ഇന്ന ബാറ്ററി കൊടുത്തു, കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഒരു ലിസ്റ്റായിട്ട് ഒരു ബുക്കിൽ എഴുതണം. എഴുതുമ്പോഴേ നിങ്ങൾക്ക് ബെറ്ററായിട്ടുള്ള ഒരു ബാറ്ററി നിങ്ങൾക്ക് കിട്ടും തീർച്ചയായും. അല്ലാതെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ബാറ്ററി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എത്ര മൊബൈലിന് ബാറ്ററി മാറിക്കൊടുക്കുന്നു അതെല്ലാം ഞാനൊരു ലിസ്റ്റായിട്ട് എഴുതി വയ്ക്കും, വിത്ത് നമ്പറോട് കൂടി, അവരെ ഫോൺ നമ്പറോട് കൂടി. അപ്പോൾ അത് എഴുതി വെച്ചിട്ട് അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ, ഉദാഹരണത്തിന് 2 മാസം കഴിഞ്ഞായിരിക്കും ഞാൻ വിളിക്കുന്നത്. വിളിച്ചിട്ട് ചോദിക്കും, ചുമ്മാ ജസ്റ്റ് ഇന്ന കടയിൽ നിന്നാണ്, എന്നെ എങ്ങനെ ഉണ്ട്, ബാറ്ററി മാറിയായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പം അവരുടെ അഭിപ്രായം ഞാൻ അപ്പം തന്നെ അതിൽ കുറിച്ചിടും. എന്നിട്ട് ഈ ലിസ്റ്റ് മൊത്തം ഞാൻ നോക്കും, അതിൽ ഏതൊക്കെ ബ്രാൻഡുകൾ നമ്മൾ മാറിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഏറ്റവും കൂടുതൽ കൊള്ളാമെന്ന് പറഞ്ഞ ബ്രാൻഡ് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് അത് ഞാൻ ഫിക്സ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഞാൻ ബാറ്ററി സെലക്ട് ചെയ്യുന്നത് മച്ചാനെ. അപ്പോൾ ഞാനിതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നെയാണ്. നിങ്ങൾ ഇനി ബാറ്ററി സെലക്ട് ചെയ്യാൻ, അതായത് ഏതാണെന്ന് അറിയാതെ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ വാങ്ങിച്ച് മാറുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് കീപ്പ് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് കറക്റ്റായ ഒരു ബ്രാൻഡ് കയ്യിൽ കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂസും വരാറില്ല. അതുപോലെ തന്നെ ആ ഒരു ബാറ്ററി കുറേ കാലം കഴിയുമ്പം ചില മോഡൽസിൽ ഇടുമ്പോൾ ഇഷ്യൂസ് പറയുന്നവരുണ്ട്. ഇപ്പോൾ എല്ലാ മോഡലിനും ആ ബാറ്ററി ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല. ചില മോഡൽസിൽ ഇടുമ്പം അത് ഇഷ്യൂ കാണിക്കാറുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ഇച്ചിരി നേരം ചാർജ് കുത്തിയിട്ടതാണ്, കാരണം ചാർജ് ഇച്ചിരി കൂടുന്നുണ്ടോ എന്ന് നോക്കാനാണ്. എപ്പോഴും നമ്മൾ ബാറ്ററി മാറുമ്പം ഡിസ്ചാർജ്, അതുപോലെ ചാർജ് കയറുന്ന ടൈമിങ്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ബാറ്ററി മാറിക്കൊടുക്കാനായിട്ട്. യാതൊരു ഇഷ്യൂ ഇല്ല. അപ്പോൾ ഞാനിതിനിപ്പം സെറ്റ് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഒന്നും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ, അതായത് നിങ്ങളുടെ അച്ഛനമ്മയോ നിങ്ങളുടെ മക്കളോ യൂസ് ചെയ്യുന്ന ഫോണിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അപ്പോൾ ഉദാഹരണത്തിന് ഒരു വർഷമായ മൊബൈലൊക്കെ ആയിരിക്കും, അതിന് പുറത്ത് 5-6 വർഷമൊക്കെ യൂസ് ചെയ്യുന്ന മൊബൈലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ അതിന് മുമ്പ് എന്തെങ്കിലും ഇഷ്യൂ കാണിച്ചാലും ഓക്കെയാണ്. പൊതുവേ ഒരു വർഷമൊക്കെ കഴിഞ്ഞ മൊബൈലാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പ്രായം ചെന്ന അച്ഛനമ്മമാർ യൂസ് ചെയ്യുന്നെങ്കിൽ ആ മൊബൈലൊന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഈ ബാക്ക് പൗച്ച് ഒക്കെ എടുത്തിട്ട് ഒന്ന് തുടച്ച് നോക്കുക.
കാരണം അവർക്കിത് അറിയില്ല, ഇത് എന്താ പറ്റിയെന്നുള്ളത് അവർക്ക് അറിയില്ല. ബൾജായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അവർക്ക് അറിയില്ല. അപ്പോൾ ചില മൊബൈലൊക്കെ ഇതുപോലെ ചാർജ് നല്ല രീതിയിൽ നിൽക്കും, അതുകൊണ്ട് അവരതിനെപ്പറ്റി ശ്രദ്ധിക്കാറേ ഇല്ല. അതുകൊണ്ട് നിങ്ങളത് നോക്കുക, എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് അവരെ കൊടുക്കുക. യാതൊരു ഇഷ്യൂല്ല. അത് നമ്മളൊരു മിനിറ്റല്ലേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും നമ്മുടെ മൊബൈലിൻ്റെ ബാക്ക് കവറൊക്കെ ഇളക്കി സെറ്റ് ചെയ്ത് ഒന്ന് തുടച്ചൊക്കെ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ പലരും ഈ മക്കളുടെ കയ്യിൽ ഫോൺ കൊടുക്കും. അത്രയും നേരം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു അരമണിക്കൂർ നമ്മുടെ അടുത്ത് ആരുടെയെങ്കിലും ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ മക്കൾ ഓടി വന്നിട്ട് അച്ഛാ ഫോൺ വേണമെന്ന് പറയുമ്പം അപ്പോഴേയും കൊടുക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും പടമൊക്കെ കണ്ടുകൊണ്ടിരിക്കും, ഇച്ചിരി കഴിയുമ്പോൾ കുഞ്ഞ് കരയും. അപ്പോൾ കരച്ചിൽ നിർത്താൻ വേണ്ടി അങ്ങനെയും കൊണ്ടുപോയി ഫോൺ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ആൾറെഡി അരമണിക്കൂർ 1 മണിക്കൂർ മൊബൈൽ യൂസ് ചെയ്തു, ആൾറെഡി ആ മൊബൈൽ ഹീറ്റായിരിക്കുകയാണ്. ആ ഹീറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങളെടുത്ത് കുഞ്ഞിൻ്റെ കൈ കൊടുക്കും, കുഞ്ഞു കൊണ്ടുപോയി ഗെയിം കളിക്കും, അത് ഇനിയും കൂടി ഹീറ്റാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് ഒരു മിനിമം ഒരു 5-10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് അതിന് ശേഷം നിങ്ങളെടുത്ത് കുഞ്ഞുങ്ങളുടെ കൊടുക്കുക. എടുത്ത ഉടനെ പലരും ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, എടുത്ത ഉടനെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അത് കഴിഞ്ഞ് ഇപ്പോൾ 2 മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരാളുടെ കൊടുക്കും, ഒരാൾ ഇച്ചിരി നേരം ഗെയിം കളിച്ചാൽ അടുത്ത ആളെ കൊടുക്കും, ഇങ്ങനെ പോകും. എന്ന് പറഞ്ഞാൽ അത് ഓവർ ഹീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. യൂസിങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓവർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ പൊതുവേ ഒരു മൊബൈൽ കുറച്ച് നേരം യൂസ് ചെയ്താൽ കുറച്ച് നേരം റെസ്റ്റിന് വിടുക. അല്ലാതെ 24 മണിക്കൂറും യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ മൊബൈൽ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവും. ഏറ്റവും കൂടുതൽ വരുന്നത് പറഞ്ഞാൽ ബാറ്ററി ഡാമേജ് ആവും, ഓവർ ഹീറ്റ് വരും, അന്നേരം ഈ ബാറ്ററി ബൾജാവും, പൊട്ടിത്തെറിക്കും, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പോൾ ഓരോരോ യൂസിങ് കഴിയുമ്പോഴും അത് ഫ്രീ ആയി വിടുക, എന്ന് പറഞ്ഞാൽ റെസ്റ്റ് കൊടുക്കുക. നമ്മൾ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഹെഡ്സെറ്റ് എടുത്ത് കുത്തിയിട്ട് ഫോൺ സംസാരിക്കാൻ തുടങ്ങിയ ഒരു രക്ഷയില്ലാത്ത സംസാരമാണ്. നേരം വെളുക്കുന്നവരെ സംസാരിക്കും, ചാർജ് തീർന്നു കഴിഞ്ഞാൽ അപ്പോഴേ എന്താ പറയുക, റെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാർജ് കുത്തിയിട്ടുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക, ചാർജർ കണക്ട് ആയിരിക്കും, ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു ടൈമിംഗ് കൊടുക്കണം. ഇത്രയും നേരം നമ്മൾ യൂസ് ചെയ്തു, ഒരു അരമണിക്കൂർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ട് ഉടനെ ചാർജ് കൊണ്ടേ കുത്തിയിടും. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ചാർജ് കുത്തിയിടുക. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാ സ്ക്രൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബാറ്ററി മാറുന്നത് ടെക്നീഷ്യന്മാരായ പലർക്കും വലിയ കാര്യമൊന്നുമല്ല, സിമ്പിൾ കാര്യമാണ്. അപ്പോൾ ഞാനിത് വീഡിയോ ഇട്ടതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നവർ, ഇപ്പോൾ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും. അതിൽ 5 പേരും മൊബൈലിൻ്റെ അകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നവരായിരിക്കത്തില്ല, ഒരാളുണ്ടാവും. ആ ഒരാൾ ബാക്കിയുള്ളവരെ മൊബൈലുകൾ ശ്രദ്ധിക്കുക. അത് ഇടയ്ക്ക് നോക്കിയിട്ട് ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിൻ്റെ മൊബൈൽ ഓവർ ഹീറ്റ് ആവുന്നുണ്ടല്ലോ, അതെന്താണെന്ന് പോയി ഷോപ്പിൽ നോക്ക്, അതെന്താണെന്ന് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ നിൻ്റെ മൊബൈൽ എന്തോ ഒരുമാതിരി ബൾജായിട്ടുണ്ടോ പോലെ തോന്നുന്നുണ്ടല്ലോ, ബാക്കിൽ തെള്ളി നിൽക്കുന്നല്ലോ, അത് പോയി എവിടെയെങ്കിലും ചെക്ക് ചെയ്യും. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാളുണ്ടാവും. ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളുണ്ടാവും തീർച്ചയായും. പക്ഷെ അവരൊന്ന് ശ്രദ്ധിക്കുക. അറിയാത്തവർ ഒരുപാട് പേരുണ്ട്, അറിയാവുന്ന ആരെങ്കിലും ഒരാളുണ്ടാവും. അപ്പോൾ അവരോടാണ് ഈ പറയുന്നത്, ശ്രദ്ധിച്ചാൽ നമുക്ക് നഷ്ടമില്ലാതെ പോവാം. മൊബൈൽ പോയാൽ പോട്ടെ, എന്തോ ആവട്ടെ, നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്ത സങ്കടങ്ങളിലേക്ക് പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക മച്ചാനെ, ശ്രദ്ധിക്കുക. ഞാനൊന്നും കൂടി പറയുകയാണ്. കാരണം ഇപ്പോൾ ഒരു വർഷം കണ്ടേ ആയുള്ളൂ, ഒരു മൊബൈൽ പൊട്ടിത്തെറിച്ച് ഒരു കുഞ്ഞിൻ്റെ ഓർമ്മയൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക്. അപ്പോൾ അതെല്ലാം നമ്മുടെ കണ്ണുമുമ്പ് ഉണ്ടാവണം. നമ്മുടെ മക്കളെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ റൂമിൽ ഇരുന്ന് യൂസ് ചെയ്യുന്നെങ്കിൽ, നമ്മൾ മൊബൈൽ കൊടുത്തിട്ട് നമ്മുടെ പണി നോക്കി പോകും, അവർ റൂമിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് അത് എങ്ങനെ നമുക്ക് കൺട്രോളായിട്ട് കൊണ്ടുപോകാമെന്നുള്ളത് ആലോചിച്ച് അത് പ്രകാരം പോവുക. കൂടുതലും പറയുന്നത് മക്കളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് ഇല്ല ജോലി നോക്കി പോകുന്ന കാര്യം അതാണ്. ഒരുപാട് പേര് മക്കളുടെ കരയുന്നോ, ഫോൺ എടുത്ത് കൊടുക്കുക, നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അത് എത്ര ടൈം നമ്മളവിടെ ജോലി ചെയ്യുന്നോ അത്രയും നേരം ആ കുഞ്ഞ് അവിടെ നിന്ന് ആ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ വാങ്ങിക്കും, ഉടനെ ഒരു കോൾ വരും, നിങ്ങൾ ഒരു അരമണിക്കൂർ സംസാരിക്കും. ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല മച്ചാന്മാരെ. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളുടെ മൊബൈലൊന്ന് ശ്രദ്ധിക്കുന്ന മാത്രമല്ല സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ല മച്ചാന്മാരെ. ബൈ.